നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശിവേട്ടന്റെ ചില നേരത്തുള്ള പെരുമാറ്റങ്ങൾ ചേച്ചി വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ശിവേട്ടൻ വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരാം. ശിവേട്ടൻ വാ വാ. ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ ആത്മഹത്യ ചെയ്യും. അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടേ മേഡം വേഗം ഇറങ്ങിയൊന്നേ. എന്താടോ തന്നെന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അല്ല, ഇതെന്താ താനെന്തിനാ ഇതൊക്കെ കൊണ്ടുനടക്കുന്നേ? എനിക്കൊരു സമാധാനം ഇല്ല മേഡം. ഓ, തനിക്ക് സമാധാനം ഇല്ലാത്തിന് താൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്താ കാര്യം? ഞാനെന്താ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ? എന്റെ ഇന്ദു എന്നെ വിട്ടുപോയി. എന്നെ വിട്ടുപോയതല്ല, ഞാൻ പറഞ്ഞയച്ചതാ. അത് നിങ്ങൾ കാരണം. നിങ്ങളുടെ മുന്നിൽ തീ കൊളുത്തി മരിക്കാൻ തന്നെയാ വന്നത്. എനിക്കിങ്ങനെ കുറ്റബോധം കൊണ്ട് ജീവിക്കാനും പറ്റത്തില്ല. താൻ ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്കിനി ജീവിക്കണ്ട. വീട്ടിടോ. ശിവരാമ, വെറുതെ വേഷം കെട്ട് ഇറക്കരുത്. ഞാൻ എന്താ തന്നോട് പറഞ്ഞത്? ആ കുട്ടിയെ ഇല്ലാതാക്കാൻ. അതിന് പകരം താൻ എന്താ ചെയ്തേ? തന്റെ പിടിപ്പേട് കൊണ്ട് തന്റെ ഭാര്യ മരിച്ചതിന് താനെന്തിനാ എല്ലാം കൂടെ എന്റെ നിലയെ കൊണ്ട് വെക്കുന്നേ? ചെയ്യാൻ പറ്റാത്ത കാര്യം ഏറ്റെടുക്കരുത്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ കാര്യം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് താൻ ഒരുത്തനാ. എന്നിട്ടിപ്പം അതിന് ഉത്തരവാദി ഞാനാണെന്ന്. ഒന്നുകിൽ ഇതോടെ ഞാനും സ്വയം ഇല്ലാതാകും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടേ എല്ലാം ഞാൻ തുറന്നു പറയും. എന്നിട്ട് കീഴടങ്ങും. ആദ്യത്തേന് മേഡം സമ്മതിക്കാത്ത സ്ഥിതിക്ക് രണ്ടാമത് ഞാൻ പറഞ്ഞത്, അതായത് പോലീസിലെല്ലാം പറയുന്നുള്ളത്, അത് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് 25 ലക്ഷം രൂപ മേഡം ഇപ്പൊ തരണം. ആ, ഞാൻ എല്ലാം പറഞ്ഞല്ലേ മേഡത്തിന് അറിയാലോ. മേഡം കൂട്ടുപ്രതിയാ. ശിവരാമ, തന്റെ ഭാര്യ മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആ വിഷമത്തിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന 25 ലക്ഷം രൂപയുടെ വിലയില്ല. ഇതും പറഞ്ഞ് എന്നെ അകത്താക്കാനാ താൻ നോക്കുന്നെങ്കിൽ അത് നടക്കില്ല. താൻ പറയുന്നൊന്നും തെളിയിക്കാൻ തന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്റെ പണവും സ്വാധീനവും വെച്ച് ഞാനങ്ങ് ഊരിപ്പോരും. കാര്യങ്ങളൊക്കെ പുറത്തെല്ലാരോടും പറഞ്ഞ നീയെ അകത്താവും പോന്ന്. നീ മാത്രം. ഭാര്യ ചത്ത് ചെതയണഞ്ഞില്ല, അതിനുമ്പ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ഇറങ്ങിയിരിക്കുന്നു. ശിവരാമ, ഭാര്യ മരിച്ചെങ്കിൽ പകരം കുറെ ഭാര്യമാരെ നിനക്ക് കിട്ടും. ഓവർ സ്മാർട്ടായി എല്ലാരോടും പറയാൻ നിന്നാ നിന്റെ ജീവിതം ഇരുമ്പഴയ്ക്കുള്ളിലാവും. അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ കൂടെ നിന്നും തന്നെ രക്ഷിക്കും. അതല്ലെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടും. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല ഞാൻ. എന്റെ ഈ കൈ കൊണ്ടാ എന്റെ ഇന്ദു.
ശിവേണ്ണ എന്താ ഇവിടെ? എനിക്കൊന്നും അറിയില്ല. വീട്ടിലിരുന്നപ്പോഴേ ഒരു സമാധാനവും കിട്ടാതെ ഭ്രാന്തായി അങ്ങനെ ഇറങ്ങി നടന്നതാ. എനിക്കറിയില്ല എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്. എനിക്ക് മനസ്സിലാവും ശിവേണ്ട അവസ്ഥ. ഇന്ദു ചേച്ചിയുടെ മരണം ശിവേണ്ണ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ആ തകർച്ചയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇന്ദു ചേച്ചി എന്തിനാ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തെന്ന് നമുക്കറിയില്ലല്ലോ. ശിവേട്ടന്റെ ചില നേരത്തുള്ള പെരുമാറ്റങ്ങൾ ചേച്ചിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ശിവേട്ടമ്മ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരാം. ശിവേട്ടമ്മ വാ. 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 കേറിക്കോ, കേറി ശിവേട്ട. വേണ്ട. ശിവേണ്ണ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശിവേട്ടാ, ശിവണ്ണ എന്താ പറ്റിയ? എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞോ, ഞാൻ അതിന് പരിഹാരം കാണാം. അത് മാഡം, ഞാൻ ഞാൻ എന്താ തന്നോട് പറഞ്ഞത്? ആ കുട്ടിയെ ഇല്ലാതാക്കാൻ. അതിനു പകരം താൻ എന്താ ചെയ്തേ? തന്റെ പിടിപ്പീടെ ഉണ്ട് തന്റെ ഭാര്യ മരിച്ചതിന് താനെന്തിനാ എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ട് വെക്കുന്നേ? ശിവേട്ടാ, എന്ത് പ്രശ്നമായാലും ശിവേണ്ണത് എന്നോട് പറയേ. ഒന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.